നമ്മൾക്കിപ്പോ കറക്റ്റായിട്ട് ഈ എവിഡൻസ് ഒക്കെ കണക്ട് ചെയ്തില്ലെങ്കിൽ ചെയിൻ ഓഫ് കസ്റ്റഡി പോരായ്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിക്ക് എളുപ്പം രക്ഷപ്പെടാനായിട്ട് കഴിയും. നമുക്ക് ഇപ്പോ സാഹചര്യ തെളിവുകൾ പരമാവധി ശേഖരിക്കുകയും അത് പക്ഷെ അസ്ഥി കഷ്ണങ്ങള് പലരുടേതായിട്ടാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരു കൺക്ലൂഷനിലെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ DNA-യുടെ പരിശോധന എത്രത്തോളം അത് ഫലിക്കും, എത്രത്തോളം പഴകിയത് കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മനുഷ്യ ശരീരങ്ങൾ നശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയും അതിൽ നിന്ന് DNA എടുക്കുന്നതും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇദ്ദേഹത്തെ ഈ ചോദ്യം ചെയ്യലിന് അദ്ദേഹം സഹകരിക്കാതിരിക്കുന്നതും അതിന്റെ തന്നെ ഒരു വലിയൊരു തെളിവല്ല ഇദ്ദേഹമാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് കോടതിയുടെ മുൻപിൽ കൃത്യമായി ചെയിൻ ഓഫ് കസ്റ്റഡിയോട് കൂടിയിട്ട് നമ്മൾ അവതരിപ്പിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് കാരണം. അദ്ദേഹത്തെ ഇപ്പൊ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ അതിനും നമുക്ക് കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും ഇത്തരത്തിലുള്ള പരിശോധനകളും മറ്റും. എന്തു തന്നെയായാലും ഇദ്ദേഹത്തേക്ക് സമ്മതിപ്പിച്ചെടുക്കുക, ഇതുമായി ബന്ധപ്പെടുത്തി തെളിവ് ശേഖരണവും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെടുത്ത ഒരാള് സഹകരിക്കുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാല് മറ്റെന്തൊക്കെ ഡിസ്ക്രിഷണറി പവേഴ്സ് കോടതിക്ക് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാം ഈ തരത്തിലുള്ള ഈ മാനുഷിക മൂല്യങ്ങൾ മാത്രം കണക്കിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ റൈറ്റ് മാത്രം കണക്കിലാക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രതികൾ ഇതുപോലെ സഹകരിക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നിസ്സഹകരണം തന്നെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ള രീതിയിൽ കൂടെ ഇദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും സഹകരിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സംസാരിച്ച് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ വിവിധ വശങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായതും ഒക്കെ ആയിട്ടുള്ള വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തി മുന്നോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരേണ്ടത് ആണ് എന്നത് വലിയൊരു വെല്ലുവിളിയാണ് തീർച്ചയായും പോലീസിനുള്ളത്. ഇത് ഇദ്ദേഹം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ നിസ്സഹായതയോട് കൂടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കാതിരിക്കുന്നതിനുള്ള പോംവഴി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കാരണം ഇനി ഇദ്ദേഹം ഒരു പ്രാവശ്യം ഈ ഒരു പ്രതി ഇതിനോട് സഹകരിച്ചില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ മുഴുവൻ പ്രതികളും കൂടെ അങ്ങോട്ട് സഹകരിക്കാത്തൊരവസ്ഥയും സംജാതമാകുന്നതാണ്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രതിയെ കൊണ്ട് തന്നെ വളരെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ സഹകരണം ഇല്ലാതെ നമുക്ക് തെളിവെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. തെളിവെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ചെയിൻ ഓഫ് കസ്റ്റഡി പൂർണ്ണമായി ഉണ്ടാക്കുന്നതിന് സാധിക്കില്ല. അപ്പോൾ ചെയിൻ ഓഫ് കസ്റ്റഡി എവിഡൻസിന്റെ ആ ലിങ്ക് കൃത്യമായി ഇല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ നമുക്ക് കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റില്ല. ഡിഫൻസിന് അത് ഗുണകരമാണ്. അപ്പോ അങ്ങനെ ആകുന്ന സാഹചര്യത്തിൽ ഇൻവെസ്റ്റിഗേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അതാത് ഡിസ്ക്രിഷണറി പവർ കോർട്ടിന്റെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ കൂടെ ചിന്തിച്ച് ആ നിലയിലേക്ക് നീങ്ങി പോകേണ്ടതിന്റെ ആവശ്യകത ആണ് ഞാനിപ്പോൾ കാണുന്നത്. അതായത് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കാലപ്പഴക്കം ഒരു 12-13 വർഷത്തെ കാലപ്പഴക്കമുണ്ട് ഈ 4 തിരോധാന കേസുകൾക്കും. അപ്പോൾ ഈ തെളിവ് ശേഖരണവും അത്ര എളുപ്പമല്ല. ഈ കണ്ടെത്തിയ അസ്ഥികൾ ആകട്ടെ അതിൽ നിന്നും ഈ DNA പരിശോധനാ ഫലം അടക്കം ശേഖരിക്കുന്നത് അത് എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ആ സാഹചര്യം? അതെ, നമുക്കിപ്പോ എന്താ പറയാ ഈ മിസ്സായ ആൾക്കാരുടെ ആ ഒരു ഹൈറ്റ്, വെയിറ്റ് അല്ലെങ്കിൽ ശരീരഘടന ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ സ്കെലിറ്റലിൽ നിന്ന് നമുക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അതിന് ഒരു ഫുൾ സെറ്റ് ഓഫ് സ്കെലിറ്റൻ, ഒരാളുടെ ഫുൾ സെറ്റ് ഓഫ് സ്കെലിറ്റൻ ഫുള്ളില്ലെങ്കിലും ഒരു 75% എങ്കിലും വേണ്ടി വരും നമുക്ക്. മാത്രമല്ല അതിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും വെട്ടോ മുറിവുകളോ ഒക്കെ സ്കെലിറ്റനിൽ ഉണ്ടെങ്കിലാണ് ഇന്ന കാരണം കൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ ആളെ തിരിച്ചറിയണമെങ്കിൽ പോലും നമുക്കൊരു 75% എങ്കിലും ഒരുമിച്ച് വരുന്ന ആ ഒരു സെറ്റ് നമുക്ക് കിട്ടണം. വേറൊരാളുടെ
വലതു കാലിന്റെ ഫിമർ അതായത് ആ ഒരു സ്കെലിറ്റനും അല്ലെങ്കിൽ വേറൊരാളുടെ ഇടതുകാലിന്റെ ഭാഗങ്ങളും അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സ്കെലിറ്റൻസ് ആരെങ്കിലും അസ്ഥികൂടങ്ങളുടെ ഭാഗങ്ങൾ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കാലപ്പഴക്കം മാത്രമല്ല, ഇത് നശിപ്പിക്കപ്പെട്ട ആ ഒരു രീതി, എന്ത് കെമിക്കൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതൊക്കെ ഈ DNA-യുടെ അത് എടുക്കുന്നതിന് വെല്ലുവിളിയായിരിക്കും. അതൊക്കെ എത്രത്തോളം കിട്ടുമെന്നുള്ളത് നമുക്ക് തീർച്ചയാക്കി പറയാനും കഴിയില്ല. അപ്പോൾ സെറ്റ് ഓഫ് സ്കെലിറ്റൺ നമുക്ക് കിട്ടാത്തിടത്തോളം കാലവും ഈ കാലപ്പഴക്കവും വളരെ വെല്ലുവിളിയാണ്. ഈ കേസ് കോടതിയുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളിയാണ്. ഇദ്ദേഹമാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മറ്റും ഒക്കെ തെളിഞ്ഞാൽ പോലും ഇദ്ദേഹത്തെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു സെറ്റ് ഓഫ് എവിഡൻസ് കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.